ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്ര സരസ്വതി അമ്മയോട് പറയുകയാണ്, അമ്മയുടെ സ്വഭാവം നന്നായെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ താമസിക്കാനായിട്ട് അനുവാദം തന്നത്. പക്ഷേ പഴയ സ്വഭാവം എടുത്തിട്ട് ഇങ്ങോട്ട് വരാനാണ് പരിപാടിയെങ്കിൽ നടക്കില്ല അത്. പിന്നെ എനിക്ക് അമ്മയെ പുറത്തേക്ക് കൈ ചൂണ്ടേണ്ടി വരും. അതിനുള്ള അവസരം അമ്മ ഉണ്ടാക്കാനായിട്ട് നിൽക്കരുതമ്മേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഒരു പേടി തോന്നുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ, ഇല്ല മോളെ, ഒരിക്കലുമില്ല, ഞാൻ പഴയ സരസ്വതി അല്ല, പുതിയ സരസ്വതിയാണ്. ദേ, നിന്റെ പഴയ അമ്മായിയമ്മയായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, നിന്റെ അമ്മയായിട്ടാണ്. ദേ, ഇവളുടെ അച്ചമ്മയായിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയാണെങ്കിൽ അവിടെ ഭയങ്കര നാടകം അവതരിപ്പിക്കുകയാണ്. ഭയങ്കര പ്രകടനം. അമ്മ ഏതായാലും ഭക്ഷണം കഴിക്കി. അങ്ങനെ സരസ്വതി അമ്മ ആ ഭക്ഷണം എടുത്തിട്ട് ഇങ്ങനെ വായ വെച്ചിട്ട്, എൻ്റെ ദൈവമേ, എത്ര വർഷമായി നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട്. എനിക്ക് സന്തോഷമായി മോളെ, സമാധാനമായി. ഇനി ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല. ഈ ആയുസ് മുഴുവനും നിങ്ങളോടൊത്ത് ജീവിക്കാനാണ് എൻ്റെ ഇഷ്ടം. ഇങ്ങനെയും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജയാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദൈവമേ, ഇനി ഇവർ നമ്മുടെ അടുത്ത് തന്നെ ആയിക്കോ എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ആയിക്കോട്ടെ അമ്മ, ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞ് ഇവർ രണ്ടും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയുടെ മുഖഭാവം ആകെയെന്ന് മാറുകയാണ്. എന്നും പറഞ്ഞിട്ട് ഒരു ആക്കിയ രീതിയിൽ നിനക്കിട്ട് പണി തരാടി എന്നൊരു രീതിയിലാണ് സരസ്വതി അമ്മയുടെ മുഖഭാവം മാറുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പുവിനെയാണ്. അപ്പോൾ അപ്പു ആണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വളരെയേറെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ വന്നിട്ട്, എന്ത് പറ്റിയടാ അപ്പോൾ, നീ കുറേ നേരം ആയാലും ഭയങ്കര മൂഡ് ഓഫ്, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണെങ്കിലും പറയടാ, നമുക്കത് പരിഹരിക്കാം. ഇത് കേട്ട കൂട്ടുകാരനാണെങ്കിൽ അപ്പു ആണെങ്കിൽ, ഇല്ലടാ, വീട്ടിലങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെന്താ, പിന്നെ നീ എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പറ. അത് വേറൊന്നുമല്ല, ഞാൻ പൂജയുടെ കാര്യം തന്നെ. തുടങ്ങി. ഈയിടെ പൂജയുടെ കാര്യം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ്. നിന്റെ മനസ്സിലുള്ള പ്രണയം നിനക്ക് അവളോട് തുറന്നു പറയാനായിട്ട് പാടില്ലേ? നിനക്കൊരു മനസ്സിലിരിപ്പുണ്ട്. ഇനി അഥവാ നിന്റെ മനസ്സിലുള്ള പ്രണയം നീ അവളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ഇനിയിപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് തകർന്നു പോയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ഓർത്തല്ലേ അവളോട് ആ ഇഷ്ടം തുറന്നു പറയാത്തത്. എടാ, നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഇല്ലടാ, അങ്ങനെ എനിക്ക് പറയാനായിട്ട് പറ്റില്ലടാ. കാരണം അങ്ങനെ ഒരു ഇഷ്ടം അവളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അവൾ ആ ഇഷ്ടം എന്നോട് തുറന്നു പറഞ്ഞാനായിരുന്നല്ലോ. അവളും എന്നോട് തുറന്നു പറഞ്ഞില്ല. അപ്പം എന്താണ് ചിന്തിക്കേണ്ടത്? അവൾക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ല. ദേ, നീ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നീ ചിന്തിക്കുന്നത് പോലെയാണെങ്കിലോ, നീ ആദ്യം പറയട്ടെ എന്ന് വിചാരിച്ചാണെങ്കിലോ അവളും പറയാത്തത്. നാളെ വാലന്റൈൻസ് ഡേ ആണ്. ആ സമയത്ത് നീ പോയി നിന്റെ പ്രണയം പറയണം. അപ്പോൾ അല്ലെങ്കിൽ കൈവിട്ട് പോകേ, ആ കൈവിട്ട കളിക്ക് നീ നിൽക്കണോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയാണ്. ശരി, ഇനിയിപ്പോൾ നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം, ഇനിയിപ്പോൾ അതിൽ യാതൊരു തർക്കവും ഇല്ല എന്നും പറയുകയാണ്. അപ്പം നമ്മുടെ അപ്പു മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ്, ഇനി ഏതായാലും വാലന്റൈൻസ് ഡേക്ക് അവളോട് തൻ്റെ പ്രണയം തുറന്നു പറയണമെന്ന് ചിന്തിച്ച് തന്നെ. പിന്നീട് കാണിക്കുക നമ്മുടെ സ്വരമോളെയാണ്. അപ്പോൾ സ്വരമോളാണെങ്കിൽ സ്വരമോളുടെ അമ്മയായ അനന്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതിലോട്ട് അനന്യയും കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മമ്മിയോട് കൂട്ടില്ല, മമ്മി എന്താ ഇങ്ങോട്ട് വരാത്തത്? അപ്പോൾ വീഡിയോ കോൾ വിളിച്ചാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ, മമ്മി പറഞ്ഞല്ലോ, മമ്മി ഉടനെ തന്നെ എത്തിക്കുള്ള സ്വരമോളെ കാണാനായിട്ട്, മമ്മിക്ക് കുറച്ച് തിരക്കായത് കൊണ്ടല്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല, സ്വരമോളെ കാണാ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ മമ്മി. സ്വരമോളെ ഇഷ്ടമല്ലേ മമ്മിക്കോ? സ്വരമോളെ ഇഷ്ടമല്ലെന്നോ? ഇതെന്താ മോളെ, 2 ദിവസത്തിനുള്ളിൽ മമ്മി വരും. സത്യമാണോ മമ്മി? മമ്മി പറയുന്നത് മുഴുവനും സത്യം തന്നെയാണോ? പിന്നെ അല്ലാതെ, മമ്മി പറയുന്നത് മുഴുവനും സത്യം തന്നെയാണ്. 2 ദിവസത്തിനുള്ളിൽ മോളുടെ മുന്നിൽ ഈ മമ്മി എത്തും. മോൾക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് അതൊക്കെ മമ്മിയുടെ ഇഷ്ടം. എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എങ്കിൽ പിന്നെ ഞാൻ ഉടനെ അങ്ങോട്ട് എത്തിക്കോളാം. മമ്മി വരുമ്പോഴേ ഡാഡിയും വരുമോ? ഇത് കേട്ട് കഴിഞ്ഞാൽ അനനിയുടെ മുഖഭാവം ആകെയൊന്ന് മാറുകയാണ്. പറ മമ്മി, ഡാഡിയും കൂട്ടി വരുമോ? ഡാഡി, അത് ഞാൻ ആലോചിക്കാം മോളെ. അതെ, മോളെ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതെ, എന്നെ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടം. ഈ സ്വരമോൾക്കും ഡാഡിയെ ഭയങ്കര ഇഷ്ടമാണ് എന്നിങ്ങനെ സംസാരിക്കുകയാണ്. മമ്മിക്ക് ഇഷ്ടമാണോ ഡാഡിയെ?
അപ്പം അങ്ങനെ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്യയ്ക്ക് എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പറ അമ്മേ, മമ്മിക്ക് ഡാഡിയെ ഇഷ്ടമാണോ? ഈ മുത്തശ്ശിയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ പറയും, എല്ലാം പൊട്ടത്തരങ്ങളെ പറയുള്ളൂ. ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്നോട് തട്ടാമുട്ടിത്തരം കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല ഈ അമ്മമ്മയോട് സംസാരിക്കാനായിട്ട്. അങ്ങനെ ഞാൻ പറയുകയാണ്. പറ അമ്മേ, മമ്മിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ, അതെ, മമ്മിക്ക് അങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് എടുക്കണ്ടേ, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുക്കണ്ടേ, കുറേ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാനുണ്ട്, സ്വരമോൾക്ക് ഗിഫ്റ്റ് മേടിച്ച് വെക്കാനുണ്ട്, എന്തെല്ലാം ജോലിയുണ്ട് മമ്മിക്ക്. അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് മോളെ. മോളെ ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പോൾ മമ്മി കട്ടാക്കിക്കോട്ടെ ഫോണ്. അപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കട്ടാക്കിക്കോ അമ്മേ, മമ്മി ഏതായാലും 2 ദിവസത്തിനുള്ളിൽ വരുമല്ലോ, അത് തന്നെ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചാണെങ്കിൽ ഭയങ്കര സന്തോഷിച്ച് നേരെ കട്ടിലിൽ കിടന്ന് നല്ല കുതിച്ചു മറിഞ്ഞ് നേരെ സന്തോഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അനന്യക്കാണെങ്കിൽ ആകെ ടെൻഷൻ, ഇനിയിപ്പോൾ ഡാഡിയെ കൊണ്ട് ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് കൊച്ചിന് ആകെ ടെൻഷൻ. പിന്നീട് കാണിക്കുന്നത് പങ്കജിയാണ്. പിറ്റേ ദിവസം രാവിലെയായി. അപ്പോൾ എന്നാൽ വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പോൾ പങ്കജും പങ്കജിൻ്റെ ഡാഡിയും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡാഡി ആ വഴി അരികിലൊന്ന് നിർത്തണം. അപ്പം അതിനിടയിൽ ഈ ഡാഡിയാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു പൊട്ടത്തരം കാണിച്ചാന്ന്. ഒരിക്കലുമില്ലടാ, ഞാൻ പൊട്ടത്തരമല്ല കാണിച്ചത്. അജ്ഞാതനെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്തത്. പക്ഷേ ഇതെല്ലാം ഉപകാരമായിട്ട് മാറും. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഇതൊന്നും പങ്കജിൻ്റെ മനസ്സിലോട്ട് ഉൾക്കൊള്ളുന്നില്ല. ഡാഡി അങ്ങോട്ട് ആ വഴിയരികിൽ നിർത്താൻ നോക്ക്. നീ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ബാറിലേക്കാണോ? ഡാഡി ചുമ്മാ അതൊന്നും പറയാനായിട്ട് നിൽക്കണ്ട. ഡാഡി ഞാൻ പറയുന്ന വഴി അങ്ങോട്ട് പോയാൽ മതി. ശരി, നീ പറയുന്ന വഴി എങ്കിൽ നീ പറയുന്ന വഴി എന്നും പറഞ്ഞുകൊണ്ട് എങ്കിലേ ആ ലെഫ്റ്റിലേക്ക് എടുത്തോ എന്നും പറഞ്ഞ് വണ്ടി അങ്ങോട്ട് നിൽക്കണേടാ. നീ എങ്ങോട്ടാണ് പോകുന്നത്? അതൊക്കെ പറയാ ഡാഡി. അവിടെ ചെല്ലുമ്പോൾ ഡാഡിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പോവുകയാണ്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് സരസ്വതി അമ്മ. അപ്പോൾ സരസ്വതി അമ്മ ഫോണിലാണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ നോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുമിത്ര വന്നിട്ട് അമ്മ എന്താ കാണിക്കുന്നത്? ഇത് പൂജയുടെ ഫോണല്ലേ? ഈ പൂജയുടെ ഫോണ് അമ്മയോട് ആരെടുക്കാൻ വേണ്ടി പറഞ്ഞത്? ഞാനെടുത്താൽ എന്താ കുഴപ്പം? എനിക്ക് പൂജ തന്നതാ. ഈ ഫോൺ നോക്കിക്കോളാൻ പറഞ്ഞുണ്ട്. അമ്മ ഇങ്ങനെ ഫോൺ നോക്കിയിരുന്നാൽ അത് ശരിയാവില്ല കേട്ടോ. പിന്നെ ഞാനെന്ത് ചെയ്യാനാണ്? ഇവിടെ എന്തെല്ലാം ജോലിയുണ്ട്. അതെനിക്കറിയാലോ മോളെ. എങ്കിലേ ഒരു കാര്യം ചെയ്, ഈ ഡ്രസ്സുകളെല്ലാം ഷെൽഫിലേക്ക് എടുത്ത് വെക്കുക. ഷെൽഫിലേക്കോ? എന്തിനിപ്പോൾ ഷെൽഫിലേക്ക് എടുത്ത് വെക്കുന്നത്? എൻ്റെ ഡ്രസ്സല്ലേ? അത് തന്നെയാ പറഞ്ഞത്. ഇത് അമ്മയുടെ ഡ്രസ്സാണ്, അമ്മയുടെ ബാഗാണ്, എല്ലാം അമ്മയുടെ തന്നെയാണ്. അപ്പം ഈ ഡ്രസ്സ് അമ്മ ഷെൽഫിൽ കൊണ്ട് വെച്ചാൽ മതി. അല്ല മോളെ, ഇത് പൂജയുടെ മുറിയല്ലേ? പൂജയുടെ മുറിയാണ്. പൂജ ഇനി മുതൽ എൻ്റെ റൂമിലാണ് കിടക്കാനായിട്ട് പോകുന്നത്. മോളെ, അത് ശരിയാണോ? എന്താ ശരി കേട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ, അവളൊരു പെൺകുട്ടിയല്ലേ, മുതിർന്ന പെൺകുട്ടി. അപ്പോൾ അവൾക്ക് തനിച്ചു കിടക്കാനായിരിക്കും ഇഷ്ടം. ഈ ചാറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര, എന്ത് ചാറ്റിങ്? ഓഹോ, അപ്പം അതൊക്കെ നന്നായിട്ട് അറിയാമല്ലേ? അത് പിന്നെ വൃദ്ധസദനത്തിലെ ഫ്രണ്ട്സ് എന്നെ പഠിപ്പിച്ചതാ ചാറ്റിംഗ് ഒക്കെ. എങ്കിലേ അമ്മ കൂടുതൽ ചാറ്റിങ്ങിനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മോള് അത്തരത്തിൽ പ്രവർത്തിക്കാരിയല്ല. എൻ്റെ മോൾക്ക് എൻ്റെ ഒപ്പം കിടക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അവൾ അവിടെ കിടന്നോളും. അമ്മയ്ക്ക് ഈ റൂം മതി ഇനി എന്നും പറഞ്ഞ് സുമിത്ര പോവുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഇവളൊരു കാര്യം, അയ്യോ ഇത് കുഞ്ഞു മുറിയാണല്ലോ, ഇതിലെങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? ഇതിൽ നിന്ന് ഉറങ്ങിയാൽ ശരിയാവില്ലല്ലോ. വേണ്ട, ഇനിയൊന്നും പറയാനായിട്ട് നിൽക്കണ്ട. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലോ. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ചിന്തിച്ച് സരസ്വതി അമ്മയുടെ ഡ്രസ്സ് എടുത്തിട്ട് നേരെ ആ അലമാരിയിലേക്ക് വെക്കാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ നോക്കുമ്പോൾ പൂജയുടെ ഡ്രസ്സുകളാണ് കൂടുതലും. ഇതിൽ മുഴുവനും പൂജയുടെ ഡ്രസ്സുകളാണല്ലോ. ഇതിനും വേണ്ട ഡ്രസ്സോ? ഇതിലെങ്ങനെ ഞാൻ വെക്കുന്നത്? ശരി, കുറച്ചെടുത്ത് മാറ്റാം എന്നൊക്കെ ചിന്തിച്ച് സരസ്വതി അമ്മ അതിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് എടുത്ത് മാറ്റാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൂജയുടെ ഡ്രസ്സിൻ്റെ അടിയിൽ നിന്നും ഒരു കാർഡ് കിട്ടുകയാണ്. അപ്പോൾ ഇതെന്ത് സാധനമാണ്? അങ്ങനെ ആ കാർഡ് ഇങ്ങോട്ട് വലിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അത് വാലന്റൈൻസ് ഡേ കാർഡായിരുന്നു. പക്ഷേ സരസ്വതി അമ്മയ്ക്കാണെങ്കിലും അത് വായിക്കാനോ അറിയില്ല. ദൈവം ഇത് ഇംഗ്ലീഷാണല്ലോ എഴുതിയിരിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ വാലന്റൈൻസ് ഡേയുടെ ഓരോ സ്പെല്ലിങ് വായിക്കുകയാണ്. വാലണ്ടൻ എന്നും പറഞ്ഞുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തത്തിൽ ഇംഗ്ലീഷാണ്. ഈ വാലണ്ടൻ എന്താണ്?
ഇതെന്തായിരിക്കും സംഭവം? ഹാർട്ടിന്റെ പടമൊക്കെ ഉണ്ടല്ലോ. ഇനി വല്ല പ്രണയമാണോ? ഏയ്. അപ്പോഴാണ് പൂജയുടെ വരവ്. അപ്പൊ പൂജ ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് പേടിച്ചു പോയി. എന്നുവെച്ചാൽ വാലന്റൈൻസ് ഡേ കാർഡ് അച്ഛമ്മയുടെ കയ്യിൽ ഇരിക്കുവാണല്ലോ. ഇതെന്തിനാ അച്ഛമ്മ എടുത്തത്? അച്ഛമ്മയ്ക്ക് വേറൊരു പണിയില്ലേ? അത് പിന്നെ സുമിത്ര പറഞ്ഞു ഈ ഇതിൽ അലമാരി വെക്കണം. ഇത് എൻ്റെ മുറിയല്ലേ, എന്തിനാ അതിൽ കൊണ്ടേ അച്ഛമ്മയുടെ ഡ്രസ്സെല്ലാം വെക്കുന്നത്? ഇത് ഞാനല്ല പറഞ്ഞത്, നിന്റെ അമ്മ തന്നെയാ പറഞ്ഞത്. അമ്മയോ? അതെ. ഇനി മുതൽ പൂജ നീ നിന്റെ അമ്മയോടൊപ്പം കിടക്കാൻ പോകുന്നതെന്ന് ഈ റൂം എന്നോട് എടുത്തോളാൻ പറഞ്ഞു. ഓഹ്, ഈ അമ്മയുടെ ഒരു കാര്യം. അല്ല മോളെ, ഇതെന്താ മോളെ ഈ കാർഡ്? ഇതൊന്നേ അച്ഛമ്മ അറിയേണ്ട കാര്യമില്ല. അച്ഛമ്മക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്താൽ മതി. എൻ്റെ കാർഡൊക്കെ എന്തിനാ അച്ഛമ്മ എടുക്കാനായിട്ട് പോകുന്നു? അത് ശരി, ഞാൻ അലമാരയിൽ ഡ്രസ്സ് വെക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരു കാർഡ് കണ്ടു. ആ കാർഡ് എന്താ നോക്കിയത്? ഇത്ര വലിയ തെറ്റാണോ എന്നും പറഞ്ഞ് സരസ്വതിയമ്മ തുടങ്ങി. എങ്കിലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങ് തന്നെന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോൾ, എന്താ പൂജ, ഇനി ഇതാർക്കെങ്കിലും കൊടുക്കാനാണോ അല്ലെങ്കിൽ ഇതാരെങ്കിലും തന്നതാണോ? അതെ, അച്ഛമ്മയുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പൂജ അവിടെ പോവുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ആകെ സംശയം. പിന്നീട് കാണിക്കും നമ്മുടെ അപ്പൂനെയാണ്. അപ്പോൾ അപ്പു ആണെങ്കിൽ ഒരു വലിയൊരു ഗിഫ്റ്റൊക്കെ കയ്യിലൊക്കെ മേടിച്ച് വെച്ചിട്ട്, പൂജ ഇത് നിനക്കുള്ളതാണ്, ഞാൻ നിനക്കല്ലാതെ വേറെ ആർക്ക് തരാനാണ് പൂജ? നിന്നോട് എനിക്ക് പ്രണയം മാത്രമാണ് പൂജ. പക്ഷേ നിന്നോട് അതെങ്ങനെ തുറന്നു പറയണമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കെന്നോട് പ്രണയമൊന്നുമില്ലെങ്കിലോ? അപ്പം നീ മനസ്സിൽ വിചാരിക്കില്ലേ, അപ്പോട്ടൻ ഇത്രയും നാള് ആ കണ്ണ് വെച്ചാണോ എന്നെ കണ്ടതെന്ന്? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല പൂജ. അതുകൊണ്ടാ ഇത്രയും നാൾ ഞാൻ പറയാതിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പറയും. ഈ ഗിഫ്റ്റ് നിന്റെ കയ്യിൽ തരും. എൻ്റെ പ്രണയം എന്താണെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരും പൂജ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പല കാര്യങ്ങളും ചിന്തിച്ച് ആ ഗിഫ്റ്റൊക്കെ എടുത്ത് കയ്യിലൊക്കെ വെച്ചിട്ട് ഓരോ ആ ഗിഫ്റ്റും ബാഗിലാക്കിയിട്ട് പുറപ്പെടുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ പങ്കജിൻ്റെ ഡാഡിയും കൂടി നിന്റെ സുമിത്രയുടെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അല്ല, നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പങ്കജിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്. ദേ, ആ വീട് കണ്ടോ? ആ വീട് ആരുടെ വീടാണെന്ന് അറിയാവോ? അപ്പോൾ ആ വീട് നോക്കുകയാണ്. ഇല്ല, ആരുടെ വീടാ? ആ, അത് പൂജ താമസിക്കുന്ന വാടക വീടാണ്. ഷേ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ, അതൊക്കെ പറയണ്ടാടി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ പൂജയുടെ ഫോൺ എടുത്തിട്ട് കാർട്ടൂൺ കാണുകയാണ്, കോമഡികൾ കാണുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിരുന്ന ഭയങ്കര ചിരിച്ച് ഒരു വഴിയായി. പൂജയാണെങ്കിൽ ഓഫീസിൽ പോകാൻ തയ്യാറെടുത്തിരിക്കുന്നത്, സുമിത്രയാണെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. അപ്പോൾ പൂജ, അമ്മേ എൻ്റെ ലഞ്ച് ബോക്സ് ഉണ്ടോ അമ്മേ? ഞാൻ കണ്ടില്ല മോളെ. ഷോ, ഇത് വല്ലാത്ത പാടായല്ലോ അമ്മേ. ഇത് ഞാൻ അയൺ ചെയ്തിട്ടില്ല അമ്മേ, ഇതൊന്ന് എനിക്ക് അയൺ ചെയ്ത് തരാമോ മോളെ? എനിക്ക് സ്കൂളിൽ പോകണം. ഇത് കേട്ട് നമ്മുടെ പൂജയാണെങ്കിൽ, അമ്മേ അതല്ലമ്മേ, ഓഫീസിൽ ചെല്ലാൻ വൈകിട്ടുണ്ടെങ്കിൽ ദേ ആകെ പ്രശ്നമാകും അമ്മേ. ഞാൻ ചെല്ലാൻ വൈകാൻ കാത്തിരിക്കുക. അവർ എല്ലാവരും ഇവിടെ കിടന്ന് തുടങ്ങും ഗുണാന്ന് പറച്ചില്. അതുകൊണ്ടാ എൻ്റെ പൊന്നാരമ്മയല്ലേ ആ ഒന്ന് തേച്ചതാ. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന് ഗുണാന്ന് ചിരിച്ചോണ്ടിരിക്കുക. ചെവിയിൽ ഹെഡ്സെറ്റും ഉണ്ട്. അങ്ങനെ പൂജയ്ക്ക് ദേഷ്യം വന്നിട്ട് ആ ഹെഡ്സെറ്റൊക്കെ വലിച്ചു പറിച്ചിട്ട്, അച്ഛമ്മേ ഫോൺ കണ്ടത് മതി, ഇങ്ങോട്ട് തന്നേ മോളെ, ഞാൻ ഫുള്ള് കണ്ടു കഴിഞ്ഞില്ല, ഇത്രയൊക്കെ കണ്ടത് മതി എന്ന് പറഞ്ഞ് ഈ പൂജ ആ ഫോൺ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര അങ്ങോട്ട് വന്നിട്ട്, അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ? ഞാനെന്ത് പണി ചെയ്യാനാണ്? ഇവിടെ ഞങ്ങൾക്ക് എനിക്ക് സ്കൂളിൽ പോകണം, അവൾക്ക് ഓഫീസിൽ പോകണം, ചോറ് വെക്കണം, കറി വെക്കണം, കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, തുടക്കണം, അലക്കണം, എന്തെല്ലാം പണി ഇവിടെ ഉണ്ടെന്ന് അറിയാവോ? അതല്ലേ എനിക്കറിയാവുന്ന കാര്യമല്ലേ മോളെ? അപ്പം അറിയാം, എന്നിട്ടാണോ അമ്മ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്ന് ചോദിക്കണം. അതിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പറ. എങ്കിലേ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇവിടെ കൊണ്ടൊന്ന് വെക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ശരി ഞാനിവിടെ കൊണ്ടൊന്ന് വെക്കാം, എങ്കിൽ ചെല്ല്, ഞാൻ മോൾക്കേ ഓഫീസിൽ പോകാൻ തയ്യാറായിരിക്കുക, അതുകൊണ്ട് ഞാനിതൊന്ന് ഇസ്തിരിട്ട് കൊടുക്കട്ടെ എന്നും പറഞ്ഞ് സുമിത്രയും പോവുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ആകെ കലിയും വന്നിട്ടൊരവസ്ഥ. ജോലി എടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച്. പിന്നീട് പങ്കജിൻ്റെ അച്ഛനും കൂടി അവിടെ വന്ന് നിൽക്കുകയാണല്ലോ. പങ്കജിൻ്റെ അച്ഛൻ ചോദിക്കണം, എന്തിനാടാ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്തിൻ്റെ ആവശ്യത്തിനാണ്? പൂജയെ കൊണ്ടുപോകാനോ? പൂജയെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ ബസ്സിന് വന്നോളൂല്ലേ. അതല്ല ഡാഡി, അവളുടെ മനസ്സ് മാറ്റണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. പങ്കജെ, നീ സത്യം പറ, നിനക്ക് അവളോട് പ്രണയമല്ലേ? പ്രണയോ? എനിക്കോ?
എനിക്ക് അവളോട് യാതൊരു പ്രണയവും ഇല്ല ഡാഡി. എനിക്ക് അവളോട് വൈരാഗ്യം മാത്രമാണ്. ദേ, ഇതെല്ലാം നിന്റെ മമ്മി അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണേ. മമ്മിയെ അറിയില്ലല്ലോ. മമ്മിയെ ഡാഡി അറിയിക്കാതിരുന്നാൽ മാത്രം മതി. മമ്മി അറിയാനായിട്ട് പോകുന്നില്ല ഡാഡി. എടാ, നീ അബദ്ധമൊന്നും കാണിക്കാനായിട്ട് നിൽക്കരുത്. ഞാനൊരു അബദ്ധവും കാണിക്കുന്നില്ല. അവളെ പ്രണയിക്കും, എന്നിട്ട് അവളെ കല്യാണം കഴിക്കും. ലാസ്റ്റ് അവളുടെ മുന്നിൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പം അവൾ ചിന്തിക്കും, ദൈവമേ, ഇത്രയും നാളെ ഞാൻ പങ്കജിനെ വിശ്വസിച്ചത് വെറുതെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഓർത്തോർത്ത് അവൾ വെന്തുരുക്കി ഇല്ലാതെയാകും. ഓ, അങ്ങനെ. ആഹാ, ഇത് ഭയങ്കര ട്വിസ്റ്റാണല്ലോ. എടാ, ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഡാഡി കണ്ടോ, നടക്കുക തന്നെ ചെയ്യും. ഞാൻ ഏതായാലും അവളെ പോയി വിളിക്കട്ടെ. എടാ, നീ പോകരുത്, അവിടെ നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കണം. ഡാഡി ഒന്ന് വിടാടി, ചുമ്മാ കളിക്കാതെ. അങ്ങനെ കയ്യിൽ നിന്ന് വിടാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ പങ്കജും കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നു. അതേപോലെ തന്നെ പങ്കജിൻ്റെ ഡാഡിയും കാറിൽ നിന്ന് ഇറങ്ങി പങ്കജിനെ തടയുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ ഭക്ഷണമെല്ലാം എടുത്ത് ടേബിളിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെക്കുകയാണ്. പെട്ടെന്ന് സരസ്വതി അമ്മ ഭക്ഷണമൊക്കെ വെച്ച് നോക്കി ജനലിൽ കൂടെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും തല്ലുപിടിക്കണേ. ഇതാരാണാവോ? അപ്പോൾ ജനലിൽ കൂടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും, അപ്പോൾ ഇവർ രണ്ടുപേരും അറിയില്ലല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും കിടന്ന് ഭയങ്കരയേറെ തർക്കമാണ്. ഇതാരാണ് ഇവർ സുമിത്രേ, ഇങ്ങോട്ട് വന്നേ സുമിത്രേ. എന്താ അമ്മേ, അതാരാ നിൽക്കുന്നത്? അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഞെട്ടിപ്പോവുകയാണ്. ദൈവം, ഇവരെന്താ ഇവിടെ? നിനക്ക് ഇവരറിയാവോ? ഇവരാരാ? ഇവർ രോഹിത്തിൻ്റെ പെങ്ങക്കടെ ഭർത്താവും മകനുമാണ്. ഓ, അവരാണല്ലേ. അപ്പം പൂജയും വരികയാണ്. പൂജ വന്നിട്ട്, എന്താ അമ്മേ? ദേ, ഇത് നോക്കിയ മോളെ, പങ്കജ് തന്നെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കണം. എനിക്കറിയില്ല അമ്മേ. അപ്പോൾ സരസ്വതി അമ്മ, നിനക്ക് അറിയാതെയാണോ വരുന്നത്? എന്താ അച്ഛമ്മേ? അച്ഛമ്മ എന്തോ ഒരു അർത്ഥം വെച്ച് പറയുന്നത്? അല്ല, നീ അവൻ്റെ ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിന്നെ കാണാനല്ലാതെ എന്തിനാണ് പങ്കജ് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.